സോ ആസ് എ ബയേഴ്സ് ഏജന്റ് എൻ്റെ മുന്നിലോട്ടൊരു പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഒരു പ്രോപ്പർട്ടി സ്പെസിഫിക് ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നതും ആ പ്രോപ്പർട്ടിയുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഐഡന്റിഫൈ ചെയ്യുന്നതെന്നാണ് ഞാനിവിടെ പറയുന്നത്. ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യുന്നത് ആ പ്രോപ്പർട്ടിയുടെ ക്ലോസ് സർക്കിളിൽ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ റേഡിയസിൽ സിമിലർ കോൺഫിഗറേഷനുള്ള പ്രോപ്പർട്ടി എത്ര പ്രൈസിനാണ് സോൾഡ് ഔട്ട് ആയിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാം. പിന്നെ അടുത്തെന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ ലാൻഡിന്റെ ഒരു ഷേപ്പാണ്. അപ്പോൾ ഒരു 500 സ്ക്വയർ മീറ്റർ ബ്ലോക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളതും ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ളതും തമ്മിലുള്ള പ്രോപ്പർട്ടിയുടെ ലാൻഡിന് വാല്യൂവിൽ വളരെ വ്യത്യാസമുണ്ട്. പിന്നെ ആ പ്രോപ്പർട്ടിയുടെ കോൺഫിഗറേഷൻ ആണ്, അത് 4 ബെഡ്റൂം ആണോ 3 ബെഡ്റൂം ആണോ, ആ പ്രോപ്പർട്ടിയുടെ കമ്പാരിസൺ ആണ് നെക്സ്റ്റ് സിമിലർ പ്രോപ്പർട്ടി ആയിട്ട് കമ്പയർ ചെയ്യുക പ്രോപ്പർട്ടിയുടെ സെയിൽ പ്രൈസ്. പിന്നെ ഒരു ടൈനി 3 ബെഡ്റൂം പ്രോപ്പർട്ടി ഒരിക്കലും ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള വേറൊരു 3 ബെഡ്റൂം പ്രോപ്പർട്ടിയിൽ കമ്പയർ ചെയ്യുമ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ള പ്രോപ്പർട്ടിക്ക് ആയിരിക്കും പ്രൈസ് വാല്യൂ കൂടുതൽ. പിന്നെ പ്രോപ്പർട്ടിയുടെ ഒരു ഏജ് നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു 5 years 10 years പഴക്കമുള്ള 3 ബെഡ്റൂം പ്രോപ്പർട്ടി നമ്മളൊരു 1970s 1980s 3 ബെഡ്റൂം പ്രോപ്പർട്ടി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടിയുടെ ഒരു ഏജ് കമ്പയർ ചെയ്യണം. അടുത്തെന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ടൈപ്പ് ആണ്. ഇത് ഡബിൾ ബ്രിക്ക് ആണോ, ബ്രിക്ക് വെനീർ ആണോ, അതോ വെതർ ബോർഡ് വെച്ചിട്ടാണ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സെയിം സ്ട്രീറ്റിൽ ഒരു ബ്രിക്ക് വെനീറും ഒരു വെതർ ബോർഡ് പ്രോപ്പർട്ടീസും വരുവാണ്, ബാക്കി എല്ലാ കോൺഫിഗറേഷൻ സെയിം ആണെങ്കിൽ ഒരു ബ്രിക്ക് വെനീർ പ്രോപ്പർട്ടിക്ക് ആയിരിക്കും ഒരു ഇത്തിലൂടെ പ്രോപ്പർട്ടി പ്രൈസ് കൂടുതൽ. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് അത് റിനോവേറ്റഡ് ആണോ അതല്ലെങ്കിൽ ഇതിന്റെ ഒറിജിനൽ കണ്ടീഷനിലാണോ എന്നുള്ളത്. അടുത്തെന്ന് പറയുന്നത് ഒരു ലൊക്കേഷൻ ഫാക്ടറാണ്. വെതർ ഈ പ്രോപ്പർട്ടി ഒരു ടി ജംഗ്ഷനിലാണോ അല്ലെങ്കിൽ ഒരു BC റോഡിന്റെ അടുത്താണോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ക്വയറ്റ് ഏരിയയിലായിരിക്കും. അപ്പോൾ ക്വയറ്റ് ഏരിയയിലുള്ള പ്രോപ്പർട്ടിക്ക് ആയിരിക്കും ഇത്തിലൂടെ പ്രൈസ് വാല്യൂ ഞാൻ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ക്വിക്കായിട്ട് ജനറലൈസ് ചെയ്യേണ്ടത് നമ്മൾ ബ്ലൈൻഡ്സ്, അതിന്റെ പെയിന്റിങ്സ് എങ്ങനെയാണ്, അതിന്റെ ക്ലീൻനെസ് എങ്ങനെയാണ്, ഓവറോൾ ആ പ്രോപ്പർട്ടിയുടെ ഇന്റീരിയർ എങ്ങനെയാണ് ലുക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്വിക്കായിട്ട് അനലൈസ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഒരു വാല്യൂ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര ഡീറ്റെയിൽ ആയിട്ട് പ്രോപ്പർട്ടീസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, അപ്പോൾ അത്രയും സാധ്യത കുറവായിരിക്കും നമ്മൾ കൂടുതൽ പ്രോപ്പർട്ടി ഓവർപേ ചെയ്തിട്ട് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ ഞാനൊരു വിതിൻ ഒരു 20 minutes ഹാഫ് ആൻ അവറിൽ നമുക്കൊരു പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെതർ ടു പ്രൊസീഡ് ഓർ നോട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു ഹൈ ലെവൽ ഫാക്ടേഴ്സ് ആണ്. ഇത് കൂടാതെ വേറെ കുറേ ഫാക്ടേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് വേണം ഒരു പ്രോപ്പർട്ടി പർച്ചേസിലോട്ട് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ